ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗൂഗിൾ പേ ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഷോപ്പിലൊക്കെ തുടങ്ങുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പം അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം മൊത്തത്തിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പേയ്മെൻ്റ് ആണെങ്കിലും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കലി ലിക്വിഡ് മണിയൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു. അപ്പോൾ എല്ലാ ആളുകളും QR കോഡ് സ്കാൻ ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു അത്യാവശ്യമാണ് ഒരു ഗൂഗിൾ പേ ബിസിനസ് QR കോഡ്, അല്ലെങ്കിൽ ഫോൺ പേ ബിസിനസ് QR കോഡ്, അല്ലെങ്കിൽ Paytm ബിസിനസ് QR കോഡ് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗൂഗിൾ പേയിൽ ഒരു ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നമ്മൾ ഇതിലുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയേക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ഒരു ഗൂഗിൾ പേ ബിസിനസ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. സോ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക, എന്നാൽ നിങ്ങൾക്കൊരു ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ താഴത്തുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ആരൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മൊബൈൽ ഫോണിൽ ഒരു ഗൂഗിൾ പേ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ QR കോഡൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഓർഡർ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ബിസിനസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആദ്യം തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഒരു ഇമെയിൽ ID ചൂസ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ മൊബൈലിലെ എത്ര ഇമെയിൽ ID ഉണ്ടോ ജസ്റ്റ് ആ ഒരു ഇമെയിൽ IDയിൽ ഏതാണോ നിങ്ങൾക്ക് പ്രിഫർ ആയിട്ടുള്ള അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ പെർമിഷൻസും കാര്യങ്ങളും ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പം ചെറുതായിട്ടുള്ള ലോഡിങ് ഉണ്ടാവും. ശേഷം നമുക്ക് മറ്റൊരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും. സോ അവിടെ നിന്ന് നിങ്ങളുടെ രണ്ട് കാര്യങ്ങളുണ്ട്. സോ അത് നിങ്ങൾ ഒരു ജോയിൻ ബിസിനസ് സ്റ്റാഫ് ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. സോ സെറ്റപ്പ് എ ബിസിനസ് ആസ് ഓണർ, നമ്മളൊരു ഓണർ എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, സ്റ്റാഫായിട്ടാണ് നിങ്ങളൊരു ബിസിനസ്സിലെ സ്റ്റാഫായിട്ടാണെന്നെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബിസിനസ് മൊബൈൽ നമ്പർ ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഓട്ടോ വെരിഫിക്കേഷൻ തന്നെ ആകുന്നതായിരിക്കും. സോ പിന്നെയുള്ള രജിസ്റ്റേർഡ് ബിസിനസ് നെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ, അതായത് നിങ്ങളുടെ കടയുടെ ഷോപ്പിൻ്റെ നെയിം എന്താണോ, അപ്പോൾ എന്ത് പേരിലാണോ നിങ്ങളുടെ ഈ ഒരു QR കോഡ് അറിയേണ്ടത്, അപ്പം ആ ഒരു പേര് നമ്പർ നിങ്ങൾ പേര് ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ചാനലിൻ്റെ ആ ഒരു പേര് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സോ അതിനുശേഷം ബിസിനസ് ഓണർ നെയിമാണ്. സോ നമ്മുടെ നെയിം കൊടുക്കുക. ശേഷം ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, നമ്മുടെ ബിസിനസ് ഏത് രീതിയിലുള്ള ബിസിനസ്സാണോ, അതായത് സോളോ, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾ സോളോ ആണെങ്കിൽ സോളോ കൊടുക്കുക, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ബിസിനസ് കാറ്റഗറി സെലക്ട് ചെയ്യാനാണ്. സോ ഗ്രോസറി ഉണ്ട്, ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്, ക്ലോത്തിങ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇനിയും ഇതിൽ നിങ്ങൾക്ക് കാണാനില്ല നിങ്ങളുടെ കാറ്റഗറി എന്നുണ്ടെങ്കിൽ ഓൾ കാറ്റഗറീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറി ഇതിൽ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഫുഡ് സെലക്ട് ചെയ്യുക, അല്ല ഒരു ഫാഷൻ, അതായത് ക്ലോത്ത്സിൻ്റെ സെല്ലറൊക്കെ ആണെന്ന്, സെല്ലിംഗ് ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫാഷൻ സെലക്ട് ചെയ്യാം. സോ ഓക്കെ, അപ്പം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ബിസിനസ് ലൊക്കേഷനാണ്, നമ്മുടെ ബിസിനസ്, നമ്മുടെ ഈ ഷോപ്പ് ഏത് പൊസിഷനിലാണ്, ഏത് ലൊക്കേഷനിലാണ് വരുന്നതിലുള്ള ഡീറ്റെയിൽസും, പിൻകോഡ്, അതുപോലെ തന്നെ ഷോപ്പ് നമ്പർ, പിന്നെ റോഡ് നെയിം, സിറ്റി, സ്റ്റേറ്റ്. സോ ഓക്കെ, അതിനുശേഷം കൺഫേം ഓൺ മാപ്പിലും കൺഫേം ചെയ്ത് കൊടുക്കാം. ശേഷം ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് സെലക്ട് യുവർ സർവീസ് ഏരിയയാണ്. സോ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു ഷോപ്പിൻ്റെ സർവീസ് ഏരിയകൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. സോ പിന്നെ രജിസ്റ്റേർഡ് ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. GST എന്ന ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ നിങ്ങൾക്ക് ക്യാഷ് വേണ്ടത്, അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫെഡറൽ ബാങ്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ IFSC, അതായത് ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ IFSCക്ക് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് ഇവിടെ വരുന്നതായിരിക്കും. സോ ആ ഒരു ബ്രാഞ്ച് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അതിനുശേഷം താഴത്ത് കാണുന്ന
ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഫെച്ച് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഫൈൻഡിങ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സോ കൺഫേം ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ഗൂഗിളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മാപ്സ് കാണാൻ സാധിക്കുന്ന രീതിയിൽ ആക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിന് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേരിലോട്ട് പോകുന്നതായിരിക്കും. സോ അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കടയുടെ ലൊക്കേഷൻ എവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സെഷനാണ്. സോ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് ന്യൂ ബിസിനസ് പ്രൊഫൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് അവിടെ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ പേ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇത് നമ്മുടെ ബിസിനസ് ഈസ് അണ്ടർ റിവ്യൂവിലാണ്. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ച് നേരമൊന്നുമില്ല, ആ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ചിലപ്പോൾ മെസ്സേജ് വരും. നമ്മുടെ കൺഗ്രാലേഷൻ മുഹമ്മദ്, എൻ്റെ പേര് വന്നിട്ട് ബിസിനസ് റിവ്യൂ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. സോ ഓക്കെ, അപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിവ്യൂ കംപ്ലീറ്റ് ആയി വരുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ QR കോഡ് ഉണ്ട്. ആ ഒരു QR കോഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്തെടുക്കാനും പറ്റും. ഫ്രീ കോസ്റ്റ് ആണ്, അതൊരു ചിലവില്ലാതെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഓക്കെ, അതിനായിട്ടും ഈ ഓർഡർ ഡെലിവറി അഡ്രസ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. സോ പിന്നെ ഇതാണ് നമ്മുടെ QR കോഡ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു QR കോഡ് അവർ അയച്ചു തരുന്ന QR കോഡ് വേണമെന്നുണ്ടെങ്കിൽ സോ അവർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഈ ഓർഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അഡ്രസ്സിലേക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.